നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഇപ്പോൾ അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പല ക്ലബ്ബുകളും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ചെൽസി തന്നെയാണ്. ഒരുപാട് താരങ്ങളെ അവർ ഈയൊരു ട്രാൻസ്ഫർ ജാലകത്തിലും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സൂപ്പർ താരമായ ജേഡൻ സാൻജോയെ അവർ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്ത, അതല്ലെങ്കിൽ ഏറ്റവും മികച്ച രൂപത്തിലുള്ള സൈനിങ്ങുകൾ നടത്തിയിട്ടുള്ള ക്ലബ്ബ് അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. ബ്ലീച്ചർ റിപ്പോർട്ട് അവരുടെ വിലയിരുത്തലിൽ A+ ഗ്രേഡാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നൽകിയിട്ടുള്ളത്. മികച്ച ട്രാൻസ്ഫറുകൾ നടത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട താരം ഫ്രഞ്ച് പ്രതിരോധ നിര താരമായ ലെനി യോറോയാണ്. റയൽ മാഡ്രിഡ് താരത്തിനു വേണ്ടി വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ ലില്ലിയിൽ നിന്നും സ്വന്തമാക്കുകയായിരുന്നു. ലോകത്തെ ഏറ്റവും മികച്ച സെൻറ്റർ ബാക്കുമാരിൽ ഒരാളായിക്കൊണ്ട് വിലയിരുത്തപ്പെടുന്ന താരമാണ് യോറോ. അതോടൊപ്പം തന്നെ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് അവർ സിർക്സിയെ കൊണ്ടുവന്നിട്ടുണ്ട്. മികച്ച ഒരു സ്ട്രൈക്കറെ തന്നെയാണ് അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. യുണൈറ്റഡ് തങ്ങളുടെ ഡിഫൻസിൻ്റെ ശക്തി ഏറെ വർദ്ധിപ്പിക്കുകയാണ് ഈ ഒരു ട്രാൻസ്ഫർ ജാലകത്തിൽ ചെയ്തിട്ടുള്ളത്. ബയേൺ മ്യൂണിക്കിൽ നിന്നും സൂപ്പർ താരങ്ങളായ മത്യാസ് ഡിലൈറ്റ്, മസ്റോയി എന്നിവരെ യുണൈറ്റഡ് സ്വന്തമാക്കിയിരുന്നു. കൂടാതെ PSG-യിൽ നിന്ന് മാനുവൽ ഉഗാർത്തയെ കൂടി അവർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരെല്ലാം മിന്നുന്ന താരങ്ങളാണ്. ഇതിനു പുറമെ അണ്ടർ-17 വേൾഡ് കപ്പിൽ ഗംഭീര പ്രകടനം നടത്തിയ സീക്കു കോനെയെയും അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട താരങ്ങളെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ആവശ്യമില്ലാത്ത താരങ്ങളെ അവർ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. മക്ടോമിനെ, ഗ്രീൻവുഡ്, വരാനെ, മാർഷൽ എന്നിവരൊക്കെ ഇപ്പോൾ ക്ലബിനോട് വിട പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ടെൻഹാഗ് ആവശ്യപ്പെട്ട താരങ്ങളെയെല്ലാം അവരുടെ മാനേജ്മെൻറ്റ് ഇപ്പോൾ എത്തിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനിയിപ്പോൾ ഈ താരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്ന ഒരു ദൗത്യമാണ് എറിക് ടെൻഹാഗിൽ ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.